ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചിട്ട് ഏതാണ്ട് 33 ദിവസം പിന്നിടുകയാണ്. ഈ സീസണിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമ ദർശനം സാധ്യമായ ഒരു കാലയളവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. മാധ്യമങ്ങളും അതുപോലെ തന്നെ വന്നുപോയ ഭക്തന്മാരും വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഈ തീർത്ഥാടന കാലം കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യം തരുന്ന ഒരു സംഗതിയാണ്. ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പിന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിലും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുവരെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 210 കോടി രൂപ ആകെ വരുമാനം വന്നിരിക്കുകയാണ്. ഈ 33 ദിവസം കൊണ്ട് ഏതാണ്ട് 210 കോടി രൂപ വരുമാനം വന്നിരിക്കുന്നു. അതിൽ തന്നെ അതിൻ്റെ പകുതിയിലേറെ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് വന്നിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ, ആദ്യ വാരങ്ങളിൽ അരവണയുടെ വിൽപ്പനയിൽ പ്രത്യേകിച്ചൊരു നിയന്ത്രണവും വരുത്തിയില്ല. കാരണം ആവശ്യത്തിലേറെ കരുതൽ ശേഖരത്തോടു കൂടിയിട്ടാണ് ഈ വർഷത്തെ സീസൺ ആരംഭിച്ചത്. ഏതാണ്ട് 45 ലക്ഷത്തോളം കരുതൽ ശേഖരത്തോടു കൂടിയാണ് ആരംഭിച്ചതെങ്കിലും അഭൂതപൂർവമായിട്ടുള്ള ഈ വിൽപ്പന ഓഫ് ടേക്ക് കാരണം ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിച്ചത് 3-3.5 ലക്ഷമൊക്കെ പോകുമെന്നുള്ള സ്ഥലത്ത് 4 ലക്ഷത്തിന് മേൽ ശരാശരി വിൽപ്പന എന്നുള്ളതാണ് അരവണയിൽ നമ്മൾ കണ്ടത്. അത് കരുതൽ ശേഖരത്തിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ശോഷിപ്പിക്കുന്നതിന് കാരണമായി. ഇപ്പോൾ കരുതൽ ശേഖരമുണ്ട്, ഏതാണ്ട് 10 ലക്ഷത്തിലേറെ കരുതൽ ശേഖരമുണ്ട്. എങ്കിൽ പോലും മണ്ഡല പൂജ എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വർധനവും ഒക്കെ കണക്കിലെടുത്ത് ഒരു ആളിന്, ഒരു ഭക്തന് 20 അരവണ ആയിട്ട് നമ്മൾ തൽക്കാലം ഒരു ചെറിയ ഒരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം എല്ലാവരും 40-ഉം 60-ഉം ഒക്കെ വാങ്ങിക്കൊണ്ട് പോയാൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ അയ്യപ്പന്മാർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവരത് സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മണ്ഡല പൂജയ്ക്ക് വേണ്ടിയിട്ട് 26 കഴിഞ്ഞ് 27-ാം തീയതി നട അടച്ചാൽ 2-3 ദിവസം ഉണ്ടാകും. ആ ദിവസം കൊണ്ട് കുറച്ചും കൂടി ഒരു കരുതൽ ശേഖരം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇതാണ് അരവണയുടെ കാര്യത്തിലുള്ള. ബാക്കി എല്ലാത്തിലും വരുമാനം കൂടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ എടുത്ത ഒരു തീരുമാനം ചെറിയ തീരുമാനമാണെന്ന് തോന്നുമെങ്കിലും ഒരു വലിയ പരാതിക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ ഇവിടെ വന്ന് മുറിയെടുക്കുന്നവർക്കും ഈ പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു പരാതി പലപ്പോഴും ആൾക്കൂട്ടം കാരണം, കൗണ്ടറിലുള്ള ആൾക്കൂട്ടം കാരണം അവർ വാങ്ങാതെ പൊക്കളയും. അതൊക്കെ ശബരിമലയ്ക്ക് നമ്മുടെ ദേവസ്വം ബോർഡിനാണ് മോശമായിട്ട് വരുന്നത്. ശബരിമലയിൽ മുറിയെടുത്താൽ പണം തിരിച്ചു കിട്ടുന്നില്ല, ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ വ്യാപകമായ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കേണ്ട റീഫണ്ട് തുക തിരിച്ചു കൊടുക്കാതിരിക്കരുത്, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നു. കാരണം വലിയ തിരക്കാണെങ്കിൽ ആ കൗണ്ടറിൽ അവർ നിൽക്കില്ല, അവർക്ക് ബസ് പിടിക്കാനുണ്ടാവും, സമയത്ത് തിരിച്ചു പോകാനുണ്ടാവും, അത് ഉപേക്ഷിച്ചിട്ട് പോകും. ഉപേക്ഷിച്ചാലും ഭക്തൻ്റെ മനസ്സിൽ ഇത് കിടക്കുക, ഈ കിട്ടേണ്ട 400 രൂപ അവിടെ വെറുതെ പോയല്ലോ എന്ന് കിടക്കുക. അതുകൊണ്ട് റീഫണ്ടിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് കൗണ്ടർ ഈ അക്കോമഡേഷൻ ഓഫീസിൽ അവിടെ ഇനി മുതൽ പ്രവർത്തിക്കും. ആ കൗണ്ടറിൽ വേറെ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല, ഓൺലി റീഫണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കൂട്ടക്കാരന് റീഫണ്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇനി ശബരിമലയിൽ ഉണ്ടാവില്ല. അർഹതപ്പെട്ട എല്ലാ പണവും റീഫണ്ട് ചെയ്യാനുള്ള ക്രമീകരണം നമ്മൾ നടത്തുകയാണ്. ഒരു വലിയ പരാതിയാണ്, ചെറിയ കാര്യമായിട്ട് തോന്നാം, 10-500 മുറിയേ ഉള്ളൂ എങ്കിൽ പോലും ഒരു ചെറിയ പരാതി അല്ലാതെ നമ്മൾ അർഹതപ്പെട്ട പണം തിരിച്ചു കൊടുക്കാതെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അത് അതിനുള്ള ക്രമീകരണം നടത്തിയിരിക്കുകയാണ്. ഇനി സോഫ്റ്റ്വെയറിൽ ചില മാറ്റങ്ങൾ വന്നാൽ അങ്ങനെ തിരിച്ചു കിട്ടേണ്ട പൈസ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കുറച്ചും കൂടി അത് പരിശോധിക്കേണ്ടതാണ്, അതും ചെയ്യും. ഇനിയിപ്പോൾ 26-ാം തീയതി അവിടെ തങ്ക അങ്കി പുറപ്പെടും. 27-ന് മണ്ഡല പൂജയാണ്. 26-ന് നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും സന്നിധാനത്ത് വരും. സന്നിധാനത്താണോ പമ്പയാണെന്ന് എനിക്ക് അത്ര നിശ്ചയം പോരാ. ഏതായാലും ഒരു റിവ്യൂ, മകരവിളക്കിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയുള്ളൊരു റിവ്യൂ 26-ാം തീയതി നടക്കും. അത് ദേവസ്വം മന്ത്രി കൂടെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണത്. കാരണം മകരവിളക്കിൻ്റെ ക്രമീകരണങ്ങൾ വേറെ തരത്തിലാണ്. മകരവിളക്കിന് വരുന്ന ഭക്തന്മാരുടെ പെരുമാറ്റ രീതികളും അവരുടെ ശീലങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. അവർ പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് വരുന്നവരല്ല. അവർ കാട്ടിലൊക്കെ തമ്പടിക്കുക, പർണശാല കെട്ടുക, അവർക്ക് ചില ഇഷ്ടപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്, താവളങ്ങളുണ്ട്, അവിടെ നിന്ന് മകരവിളക്ക് കാണുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അത് തെറ്റാണെന്നല്ല, പക്ഷേ സ്വയം അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷിതത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ 26-ാം തീയതിയുള്ള മീറ്റിങ്ങിൽ എടുക്കും.
പാഞ്ചാലിമേട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്നാൽ മകരവിളക്ക് കാണാം. പക്ഷേ അപകടം ക്ഷണിച്ചു വരുന്ന സ്ഥലങ്ങളിൽ പോയി അവർ മകരവിളക്ക് കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. കാനനപ്പാത വഴി വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും അവരെ പാസ് തുടങ്ങിയ സൗകര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സത്രം പുല്ലുമേട് വഴി വരുന്നവർക്ക് പലപ്പോഴും ഇവിടെ നമ്മൾ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ആ വഴി വരാനുള്ളൊരു പ്രവണതയുണ്ട്. അത് പലപ്പോഴും അറിഞ്ഞുകൂടാതെ വളരെ ദുർഘടമായിട്ടുള്ള പാതയിൽ വന്നെത്തി പ്രായമേറിയവർ അസുഖമുള്ളവരൊക്കെ അവിടെ കൂടെ ഒരുപാട് ദൂരം നടന്നു വരേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് വാസ്തവത്തിൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമൊക്കെ നമ്മളിത് പ്രചരിപ്പിക്കണം. ആരോഗ്യം അത്ര നല്ലതല്ലാത്തവർ ഈ പാത സ്വീകരിക്കരുത്, അവർ പമ്പ വഴി വരട്ടം എന്നുള്ള പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം. നമ്മളതിൻ്റെ ചില ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നവരെ നമ്മൾ കുറച്ച് പെർസ്വേഡ് ചെയ്തിട്ട് അവർ നിലയ്ക്കൽ വഴി വരണമെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാനനപ്പാത വഴി വരുന്നവർക്ക് ഒരു പാസ് ഏർപ്പെടുത്തുന്നതിനെ പറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പോലീസുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് നിലവിൽ വരും. ഇതൊക്കെയാണിപ്പോൾ പൊതുവായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്ന ഒരു സീസണാണ്. പിന്നെ അന്നദാനം നടത്തുമെന്ന് പറഞ്ഞു. അന്നദാനം നടക്കുന്നുണ്ട്. അതിനകത്തുള്ള മെനുവിലൊരു ചെറിയ പരിഷ്കാരം ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. പിന്നെ കേരളീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും, ചോറും കറിയും പിന്നെ പായസവും പപ്പടവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇടയ്ക്ക് സീസൺ ആരംഭിച്ച് പകുതി വെച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ചില പ്രായോഗിക സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചിട്ട് അത് 21-ാം തീയതി തൊട്ട് പ്രാബല്യത്തിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചാടിക്കയറി എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം പ്രശ്നങ്ങളുണ്ടാവാനും പാടില്ല. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് 21-ാം തീയതി തൊട്ട് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ കൊടുക്കുന്ന, സദ്യ എന്ന് പറഞ്ഞുകൂടാ, കേരളീയമായ ചോറും കറിയും പായസവും ഒക്കെ കൊടുക്കുന്ന പരിപാടി നമ്മൾ 21-ാം തീയതി തൊട്ട് ആരംഭിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവായിട്ട് ഇന്ന് ശബരിമലയിൽ നടക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിന് ഇപ്പോൾ മണ്ഡലപൂജ പ്രമാണിച്ചിട്ട് 5000 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കടുംപിടുത്തമില്ല, നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ ഗ്രൂപ്പായിട്ട് വന്ന് 10 സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതൊക്കെ കോടതി നമുക്ക് അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. ആളുകളുടെ വരവനുസരിച്ചിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നല്ലാതെ ഇപ്പോൾ 5000 എന്നുള്ള നിലയ്ക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്.